പൈസ എത്ര കിലോ ഗോതമ്പ് വേണ്ടി? നീ ഇത് വിചാരിച്ചിരിക്കേണ്ട ആരും കുഞ്ഞി ഇത് കഴിഞ്ഞിട്ട് പായസം രാവിലെ വിചാരിച്ചിരിക്കുമ്പോ പായസത്തിന്റെ കാര്യം ആലോചിച്ചു. ഗോതമ്പ് എത്രയാ സാറേ? 3 കിലോ. ശർക്കര 10 കിലോ. അതില് നാളികേരം പാല് അല്ലെ? നാളികേരം പാല് എത്ര വേണ്ടി വരും? ഏകദേശം 36 നാളികേരത്തിന്റെ പാല് വേണ്ടി വരും. ഓക്കെ സാർ, താങ്ക് യു. ഇതിന്റെ കൂടെ എന്തൊക്കെ ചേർക്കും പായസത്തിന്? അണ്ടിപ്പരിപ്പ്, അത് എഴുതുന്നില്ല. ഏലക്കായ, മുന്തിരി, ചുക്ക്, നെയ്യ്, പെരുംജീരകം, ജീരകം, അല്ല ആയിക്കോട്ടെ. ഇതെല്ലാം കൂടി ചേർത്ത് വീട്ടിൽ കൊണ്ടു വെച്ചാൽ പായസമില്ല. അതിന്റെ കണക്കിന് അത് വേവിച്ചെടുക്കണം അല്ലെ? ഇങ്ങനെ പായസം വേവിച്ചെടുത്ത് കൃത്യമായി ആ പായസം നമ്മൾ കല്യാണത്തിന് തലേദിവസമൊക്കെ ഞങ്ങളൊക്കെ ആദ്യം ഒരുക്കത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ പായസം കുടിച്ചിട്ട് പോയുള്ളൂ. ഇന്ന കാലത്തിന് അത് പായസം കുടിക്കാവുന്ന സമയത്ത് തന്നെയാണ് ആളുകൾ ഉപ്പുള്ളൂ അല്ലെ? അപ്പൊ ആ രീതി. അപ്പൊ പായസം ഇങ്ങനെ തളച്ച് പാചകക്കാരൻ തളച്ചിങ്ങനെ പായസം കുടിക്കാനുള്ള പാകത്തില് ഇങ്ങനെ നിൽക്കാം. അപ്പൊ പായസം ആവണമെങ്കിൽ 3 കിലോ ഗോതമ്പ് വേണം, ശർക്കര വേണം, പാല് വേണം. അതെല്ലാം ചേരുവകൾ ചേർത്ത് അതിന് ആക്ഷൻ ചെയ്യുമ്പോഴാണ് പായസമായിട്ട് മാറുന്നത്. ആണല്ലേ? ഓക്കെ. അങ്ങനെ പായസം വിളമ്പി കുടിക്കാൻ നിൽക്കുന്ന നേരത്തുണ്ട് വിഷം എത്ര കിലോ വേണം? ഇതിന്റെ ഉള്ളിൽ ഇടുന്നല്ല വീണു എന്ന് കരുതാം. വിഷം ഒരു ചാപ്പ് വേണ്ടി വരുമോ? എന്താ വേണ്ടി വരും? ഒരു തുണ്ട് വേണ്ടി വരും അല്ലെ? ഇനി 3 കിലോയും 10 കിലോയും 36 നാളികേരത്തിന്റെ പായസത്തില് ഒരു തുള്ളി വിഷം വീണാൽ അത് കുടിക്കാൻ പറ്റുമോ? കുടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ വിഷം നമ്മുടെ ഉള്ളിൽ ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് അഡ്മിറ്റ് ആക്കേണ്ട പ്രശ്നങ്ങളാവും, അല്ലെങ്കിൽ അത് 8 കോർ സ്റ്റെപ്പ് 6 ബേസിക്. അത് ചെയ്യുമ്പോഴാണ് എന്താവുള്ളൂ നമ്മൾ ഈ പറയുന്ന പായസത്തിന്റെ രൂപമാവുന്നത്. പക്ഷേ അതിനുള്ളിൽ ഇവിടെ പറയാൻ പോകുന്ന 7 വിഷത്തിന്റെ ഏതെങ്കിലും ഒരു തുള്ളി വീണാൽ ആ പായസം കുടിക്കുമ്പോൾ എന്താണ് ഒരു മനുഷ്യൻ സംഭവിക്കുക? അത് തന്നെ